السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. പരിശുദ്ധമായ സൂറത്തു യാസീന്റെ ആയത്തും കേട്ടിട്ട് വിശദീകരിച്ചുകൊണ്ടുള്ളേ. പരിശുദ്ധമായ ഖുർആൻ സാക്ഷിയാക്കിയിട്ട് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിട്ട നിങ്ങ യഥാർത്ഥത്തിൽ നേരായ റസൂലായിട്ടിക്കിടാറ് അല്ലാഹു തആല ആൽമാരെ നേരായ മാർഗത്തിക്ക് ലീഡാക്കുകയായിട്ട് നിയമക്കാക്കിനത്തെ റസൂലായിട്ടിക്കിടാറുണ്ട് അല്ലാഹു തആല ചൊന്ന. എന്നിട്ട് എന്തിക്കുവേനായിട്ട് നിങ്ങളെ റസൂലാക്കിയിടെ, അതുപോലെ നിങ്ങളെ കയ്യിൽ ഈ ഖുർആൻ പരിശുദ്ധമായ ഖുർആൻ നിങ്ങളെ കയ്യിൽ തന്നിട്ട് എന്തിക്ക് ചൊല്ലതിരെ ആ നിങ്ങളെ പ്രവർത്തനത്തെ പ്രധാനപ്പെട്ട ലക്ഷ്യം തരേണ്ടും അല്ലാഹു തആല വിശദീകരിച്ച ആൽമാർക്ക് ഒരു വലിയൊരു കാര്യം എച്ചരിക്ക കൊടുക്കുകയായിട്ട്. ആ എച്ചരിക്ക കൊടുക്കുമ്പോ ചെമ്മത്തെ ആൽമാർ അത് സ്വീകരിക്കില്ലാണ്ടും, അത് സ്വീകരിക്കടങ്ങ ഭാര്യ കൊറടിക്കിറാറ് ആരാണ് സ്വീകരിക്കണേ എന്ന കാര്യം അല്ലാഹു തആല വിശദീകരിച്ച. എന്നിട്ട് ആ എച്ചരിക്ക കൊടുക്കണായ കാര്യ എന്തിനും അല്ലാഹു തആല സംക്ഷിപ്തമായിട്ട് അല്ലാഹു തആല ചൊന്ന. അതിൽ പിന്നെയാണ് ഈ ഒരു എച്ചരിക്കയുടെ വിഷയ, ഈ ഒരു പ്രധാനപ്പെട്ട വാർണിംഗിന്റെ വിഷയ ചെമ്മത്ത ആൽമാർ സ്വീകരിക്കിടങ്ങ ഭാര്യ കൊറേ ആൽമാരെ ടിക്കിടാർ ചൊല്ലിക്കുള്ളേ ചരിത്രപരമായ ചരിത്രയിൽ നിന്നിട്ടുള്ള ഒരു ഉദാഹരണ അല്ലാഹു തആല ചൊന്നിട്ടുള്ള. ഇന്നലെ അതിലെ ചെറിയ രൂപത്തിൽ ഞങ്ങൾ ചൊന്ന. അതായത് ഒരു റായത്തില്, ആ റായത്തെ പേര് അല്ലാഹു തആലയുടെ വ്യക്താക്കിയിട്ടില്ല. ഒരു റായത്തിക്ക് അല്ലാഹു തആല ജണ്ട് മുർസലിങ്ങളെ, ജണ്ട് നബിമാർ അല്ലാഹു തആല കടത്തിയ ആ റായത്ത് ദഅവത്താക്കൂബനായിട്ട് അങ്ങ ആ റായത്തിക്ക് പോയിട്ട് അവിടെ ഷിർക്കാക്കിയിട്ട് ആൽമാർക്ക് ദഅവത്താക്കിയാറ്, ആൽമാർക്ക് വാർണിംഗ് കൊടുത്താറ്. പക്ഷെ അവിടെ ആൽമാർ അത് സ്വീകരിക്കാണ്ടെ, അത് സ്വീകരിക്കൂ റെഡിയാവാണ്ടെ അങ്ങ അവിടെ രാജാവ് ആ രണ്ട് നബിമാരെ അറസ്റ്റാക്കിയ. എന്നിട്ട് പിന്നെ അല്ലാഹു തആല മൂന്നാമതൊരു നബിരെ അല്ലാഹു തആല റായത്ത് കടത്തിയ. ഓണ്ട തേറുലു ഹബീബുൻ നജ്ജാർ ചൊല്ല വ്യക്തിരെ ഭേട്ടിയായ വിഷയം ഞങ്ങൾ ചൊന്ന. എന്നിട്ട് ഹബീബുൻ നജ്ജാർ ഈ നബിയിൽ വിശ്വസിച്ചിട്ട് അയാൾ മുഅ്മിനായിട്ട് എന്നിട്ടൊരു സലഹ ചൊന്തു, നിങ്ങ റായത്തേക്ക് പോയിട്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങ തൗഹീദിന്റെ വിഷയങ്ങൾ, ഈമാന്റെ വിഷയങ്ങൾ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ചൊല്ലണ്ട, ഹിക്മത്തോടു കൂടെ നിങ്ങ അവിടെ ദഅവത്താക്കുന്നു. അങ്ങനെ ഈ മൂന്നാമത്തെ ബന്ധങ്ങനത്തെ നബി അവിടെ പോയിട്ട് ഫസ്റ്റ് ഈമാന്റെ തൗഹീദിന്റെ വിഷയങ്ങൾ ചൊല്ലാണ്ട് ഒരു ഫസ്റ്റ് ഒരു വൈദ്യായിട്ട്, ഡോക്ടറായിട്ട് അവിടെ പ്രവർത്തന സ്റ്റാർട്ടാക്കിയിട്ട് ആൽമാറുകളിലെ രോഗങ്ങളിലെ ശിഫയാക്കിയിട്ട് ആ രൂപത്തിൽ ആൽമാരെ ഒരു മുന്നിലൊരു ആകർഷണീയ വ്യക്തിത്വ കാട്ടിയിട്ട് അയാള് തന്റെ ദഅവത്ത് സ്റ്റാർട്ടാക്കി. അങ്ങനെ ഇരിക്കുമ്പോ ഈ ആളുടെ മഹത്വ, അതുപോലെ ഈ നബിയുടെ പ്രസിദ്ധി റായത്തിൽ യാറായപ്പ അവിടെ രാജാവുക്കും ഭാരി ഇഷ്ടായി പോയിട്ട്. അങ്ങനെ രാജാവ് തന്റെ ദർബാർക്ക് ഈ നബിയുടെ വിളിച്ചിട്ട് ചൊന്ന, ഞങ്ങളെ മുട്ട ഒരു പിന്നെ നിങ്ങൾ നല്ല അത്ഭുതകരമായ കാര്യങ്ങൾ നിങ്ങൾ കാട്ടിയിട്ടുള്ളാറിട്ട് ചൊന്ന. അപ്പൊ അയാൾ ചൊന്തു, ഇല്ല അത് നാന് കാട്ടല്ല, നന്റെ മേലൊരു റബ്ബുല്ല, ആ റബ്ബുടെ സഹായത്താൽ ആ റബ്ബാണ് യഥാർത്ഥത്തിൽ ഇതെല്ലാം ആക്കിയിട്ടുള്ളേ, ഈ അത്ഭുതകരമായ പ്രവർത്തനമല്ല നാന് സ്വന്തത്തിലാക്കിയിട്ടുള്ള അല്ലാണ്ട് ചൊന്തു. അത് കേട്ടപ്പ രാജാവ് ചൊന്ന, ഇതേ ആശയെ ചൊന്നിട്ട് ഒരു ജണ്ടാലൂടെ ബന്നാർ, അങ്ങനെ ഞാൻ അറസ്റ്റാക്കി വെച്ചിരെ, അങ്ങനെ നീ ഒന്ന് ചെക്കാക്കറു, ഈ ആശയം എന്തിനായിട്ടൊന്നു നക്ക് വ്യക്തമാക്കി തരണോണ്ട് ചൊന്ന. അപ്പൊ ഈ മൂന്നാമത് വന്ന നബി
ആ ജണ്ട് നബിമാരെ അയാളുടെ മുന്നിൽ വന്ന ജണ്ട് നബിമാരെ ഗുർത്തില്ലാത്ത രൂപത്തിൽ നാട്ടക്കാക്കിയിട്ട് എന്നിട്ട് ചൊന്തു ആ ജണ്ടാൽമാരെ വിളിച്ചുകൊമ്പൊരു നാണ് ടെസ്റ്റാക്കട അങ്ങ് യഥാർത്ഥത്തില് ഇതിರ ആശയമുള്ള ആൽമാറ അങ്ങ് യഥാർത്ഥത്തിൽ നല്ല ആൽമാറ ഇല്ലേ എന്ന് ഞാൻ ടെസ്റ്റാക്കടെ ചൊന്നിട്ടു അയാള് ആ രാജാവട്ട് ചൊന്നു. അങ്ങനെ രാജാവ് ആ ജണ്ടാളുടെ വിളിപ്പാട്ടി കൊന്ന അങ്ങനെ ഈ മൂന്നാമത്തെ ബന്ധങ്ങനത്തെ നബി ആ ജണ്ട് നബിമാരട്ടെ കേട്ട് നിങ്ങ അള്ളാഹു താല ദാവത്താക്കു നിയമക്കാക്കി ഇങ്ങനത്തെ മുർസലീങ് ആയിട്ടിക്കിടാർ അല്ലെങ്കിൽ നബിമാരായിട്ടിക്കിടാർ ചൊല്ലിക്കുള്ള പ്രൂഫ് എന്തരെ അപ്പൊ അങ്ങ് ചൊന്നാറ് നങ്ങ ഏത് രോഗത്തെയും നങ്ങ ശിഫയാക്കിടാൻ ഏത് മാരകമായ രോഗം ഇക്കട്ടെ എങ്ങനത്തെ രോഗം ഇക്കട്ടെ അതിനെ ഞങ്ങൾ ഷിഫയാക്കുകില്ല അങ്ങനത്തെ കഴിവ് ഞങ്ങളിട്ടുണ്ടു ചൊന്നാർ. അങ്ങനെ അപ്പൊ രാജാവുരട്ട ഈ നബി ചൊന്തു അലക്ക രോഗിയായിട്ടുള്ള അങ്ങനത്തെ ഒരാളുടെ കുട്ടിയോട്ട് വരും നാ നോക്കണേ ഇങ്ങ യഥാർത്ഥത്തിൽ ഇങ്ങ പിന്നെ യഥാർത്ഥ രൂപത്തിലെ ഇങ്ങ രോഗത്തെ ശിഫയാക്കണമല്ല വെറും നാട്ടക്കമല്ലേണ്ടൊന്ന് ഞാൻ ടെസ്റ്റാക്കി നോക്കണേട്ട് രാജാവുരട്ട ഒരു ഭയങ്കര രോഗിയായിട്ടുള്ള ഒരാളുടെ കുട്ടിയോട്ട് പറഞ്ഞു. അങ്ങനെ ഒരു രോഗിയുടെ കുട്ടി വന്നാറ് ഈ രോഗിയുടെ ജണ്ട് നബിമാറ് അപ്പൊ തന്നെ ആ രോഗമെല്ലാം അതിനെ ശിഫയാക്കിയിട്ട് കാട്ടിക്കൊടുത്താർ. അപ്പൊ ഈ മൂന്നാമത്തെ നബി ചൊന്തു ഇങ്ങ യഥാർത്ഥത്തിലുള്ള നബിമാരായിട്ട് കിടാറ് അള്ളാഹു താല ആൽമാർക്ക് മാർഗദർശനം കൊടുക്കുവാനായിട്ട് നിയമക്കാക്കി ആൽമാരെ കൂട്ടത്തിൽ പെട്ട ആൽമാരായിട്ട് കിടാറ് ഇങ്ങ ചൊല്ലതെല്ലാം നേരായിട്ടിക്കിറിട്ട് ചൊന്ന അത്രത്തോല ഈ നബിയുടെ സപ്പോർട്ടിൽ നിന്ന് അങ്ങനത്തെ രാജാവു പെട്ടെന്ന് ഒരു യൂട്ടേൺ അടിച്ചിട്ട് അവന് ചൊന്ന നിങ്ങ മൂന്നാളും കളവ് ചൊല്ലം കയറ്റിക്കിടാറ് നിങ്ങൾ മൂന്നാളും എന്തമാ ഒരു കുതന്ത്രാക്കുക ഈ രായത്തുക്ക് വന്നിടാറ് ഒരിക്കലും നിങ്ങൾ സ്വീകരിക്കുകയില്ല എന്ന രൂപത്തില് മൂന്നാലെയും ആ രാജാവ് റിജക്റ്റ് ആക്കിയ. അങ്ങനെ ഇക്കുമ്പോഴാണ് ഹബീബുൻ നജ്ജാർ നേരത്തെ ഈ നബിയിൽ വിശ്വസിച്ചിട്ട് ഇന്നങ്ങനത്തെ ഹബീബുൻ നജ്ജാർ തന്റെ റായത്തിൽ നിന്ന് ഓടിയോണ്ടു ഈ റായത്തിക്ക് ഓടിയോണ്ടു പണ്ടേ എന്നിട്ട് അയാള് ഊഡ്രെ ആൽമാരട്ട ചൊന്തു ഓ നന്റെ കൗം ഓ നന്റെ സമൂഹമേ ഈ നബിമാർ ചൊല്ല വിഷയല്ല നേരായിട്ടിക്കറ് ഇങ്ങ സാധാരണ സാമാന്യ മനുഷ്യന്മാരല്ല അള്ളാഹു താല നിയമക്കാക്കി ഇങ്ങനത്തെ നബിമാരായിട്ടിക്കിടാറ് ഇങ്ങ ചൊല്ലത് നിങ്ങൾ വിശ്വസിക്കറു എന്ന രൂപത്തില് അയാള് ആൽമാരട്ട ചൊന്തു നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങ പററായത്തെ ആൽമാരായിട്ടിന്നെങ്കും നാന് നിങ്ങളെ റായത്തെ ആളല്ലേ നാന് ചൊല്ലതൊന്ന് കേക്കുറു എന്ന രൂപത്തിൽ അയാളെ ചൊന്തു. പക്ഷേ ആ റായത്തെ ആൽമാർ ഒന്നും കേക്കുക റെഡിയായില്ല എന്നു മാത്രല്ല അങ്ങ കേക്കുക റെഡിയായില്ലാണ്ട് മാത്രല്ല അങ്ങ ഹബീബുൻ നജ്ജാർ റഹ്മത്തുല്ലാഹി അലൈഹി ചൊല്ല ആ മഹാന്റെ ശക്തമായ രൂപത്തിൽ ശിക്ഷിച്ചിട്ട് വല്ലാതെ ഇടങ്ങേറാക്കിയിട്ടങ്ങ കൊന്നുകളഞ്ഞാറിട്ടാണ്. സത്യത്തെ സ്വീകരിക്കുക വന്നങ്ങനത്തെ ഈമാന്റെ സ്വീകരിക്കുക വന്നങ്ങനത്തെ ആ ഒരേ ഒരു വ്യക്തിയെ അങ്ങ് കൊന്നുവിട്ടാർ. ആ ഒരു ചരിത്രമാണ് അള്ളാഹു താലോട് വിശദീകരിക്കണേ. ഇവിടെ നോക്കൂ ഇത്രയും ഈ മഹാന്മാരെല്ലാം വന്നിട്ട് ഇത്രയും അത്ഭുത കാര്യങ്ങളെല്ലാം കാട്ടിട്ട് ഈ നബിമാർ വന്നിട്ട് ഇത്രയും അത്ഭുതകരമായ കാര്യങ്ങളെല്ലാം കാട്ടിട്ട് അത് കണ്ടിട്ട് വിശ്വസിക്കൂ ആൽമാർ റെഡിയായില്ലാണ്ട് മാത്രല്ല ഒരേ ഒരു ആളാണ് ആ നബിമാരിൽ വിശ്വസിച്ചരേ. അപ്പൊ ഈ ഒരു ചരിത്രയുടെ മുഖാന്തരം അള്ളാഹു താല പഠിപ്പാട്ടേ സത്യത്തെ സ്വീകരിക്കുക ഈമാന്റെ സ്വീകരിക്കുക കുറേ വളരെ അല്പസംഖ്യാത്തായിട്ടുള്ള അങ്ങനത്തെ ആൽമാർ മാത്രമാണ് കിട്ടേ. ബഹുസംഖ്യാത്ത ആൽമാർ ഭൂരിപക്ഷ ആൽമാറും സത്യത്തിന് വിരുദ്ധമായിട്ട് കിടാറ് എന്നൊരു ആശയമാണ് അള്ളാഹു താലയുടെ പഠിപ്പാട്ട്. واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون واضرب لهم مثلا ഓ നബിയെ നിങ്ങൾ അങ്ങോട്ട് ഒരു ഉദാഹരണം ചൊന്നു കൊടുക്കൂ. ആറ് ഉദാഹരണം അസ്ഹാബൽ ഖറിയ ആ റായത്തെ ആൽമാരുടെ ഉദാഹരണം ചൊന്നു കൊടുക്കും. ആ റായാണ്ടാണ് അള്ളാഹു താല ചൊന്നത് ഏത് റായാണ്ടോട് ചൊന്നിട്ടില്ല. ആ റായത്തെ ആൽമാർ ഉദാഹരണം ഇങ്ങനെ ചൊന്നു കൊടുക്കും. ഇത് ജാഅഹൽ മുർസലൂൻ ആ റായത്തിക്ക് മുർസലീങ്ങ വന്നൊരു സന്ദർഭ
നബിമാർ വന്നാൽ ആ ഈ ഈ ആയത്തിൽ ചൊന്നങ്ങനത്തെ റായ ഏതിനുള്ള വിഷയത്തിൽ പല നിലക്കുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ചില മുഫസ്സിരിങ്ങ ചൊന്നാറ് അന്താക്കിയ ചൊല്ലൊരു റായ ഇട്ടിക്കിരുന്നിട്ട്. പക്ഷേ ചില ചരിത്രകാരന്മാരായിട്ടുള്ള അങ്ങനത്തെ മഹാന്മാർ പണ്ഡിതന്മാർ ചൊന്നേ അതൊരു വ്യക്തമായിട്ട് ഈ റായാൻ ചൊല്ലതിരെ കാണാം. അവിടെ റായ ഏത് റായ ചൊല്ലത് ഒരു ഇമ്പോർട്ടന്റ് അല്ല, മറിച്ചിട്ട് ആ റായത്തിൽ നടന്നങ്ങനത്തെ സംഭവമായിട്ടിക്കറ് ഇങ്ങനത്തെ ഒരു ശൈലി ഏത് റായത്തിലും നടക്കൂ ചാൻസ് ഉള്ളത് കൊണ്ടിട്ടാണ് അള്ളാഹു താല ആ റായത്ത് ഒരു വ്യക്തമായിട്ട് പേര് ചൊല്ലാൻട്ടെ ഒരു റായത്തെ ആൽമാറിട്ട് മാത്രം ചൊന്നത്. അപ്പൊ ഏത് റായത്തിലും ഇങ്ങനത്തെ ഈ രൂപത്തിലുള്ള സംഭവങ്ങൾ നടക്കുക ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു റായത്തിക്ക് ചില രണ്ട് നബിമാർ വന്നാൽ നങ്ങ അങ്ങനെ മുട്ട കടത്തിയ ഇസ്നൈന് ജണ്ടാൽമാരെ നങ്ങ കടത്തിയ കദ്ദബൂഹുമ ആ ജണ്ടാൽമാരെയും മങ്ങ കളവാക്കിയാറ് കല്ല ചൊന്നിട്ടങ്ങ ബിൽച്ചാറ് ജണ്ടാൽമാരെ റിജക്റ്റ് ആക്കിയാറങ്ങ ആ റായത്തങ്ങ ഫഅസ്സസ്നാ ബിസാലിസിൻ അപ്പൊ നങ്ങ മൂന്നാമത്തൊരാളുടെ കടത്തിട്ട് നങ്ങ സപ്പോർട്ടാക്കിയ ആ ജണ്ടാൽമാർക്ക് ബല കൊടുത്ത മൂന്നാമത്തൊരാളെ കൊണ്ടിട്ട് നങ്ങ ബല കൊടുത്ത ഖാലു എന്നിട്ട് മൂന്നാലും കൂടിയിട്ട് ചൊന്നാർ ഇന്നാ ഇലൈക്കും മുർസലൂൻ നേരായിട്ടും നങ്ങ മുർസലിങ്ങായിട്ടിക്കട നങ്ങ നബിമാരായിട്ടിക്കട നങ്ങ അല്ലാഹു തആല അപ്പോയിന്റ് ആക്കി അങ്ങനത്തെ ആൽമാരായിട്ടിക്കട ഞങ്ങളെ സ്വീകരിക്കൂ ഞങ്ങളെ ഫോളോ ആക്കോറു ചൊന്നിട്ട് മൂന്നാലും കൂടിയിട്ട് ചൊന്നാർ. ഖാലൂ അപ്പ റായത്താൽമാർ എന്നിട്ട് ചൊന്നുകൊണ്ടുണ്ട മാ അൻതും ഇല്ലാ ബശറും മിസ്ലുനാ നിങ്ങ അങ്ങനത്തെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ആൽമാർ എന്തുമല്ല, നിങ്ങ ഞങ്ങളെ പോലത്തെ വെറും മനുഷ്യന്മാർ മാത്രമേ ഇട്ടിക്കിടാറ്. മാ അൻതും ഇല്ലാ ബശറും മിസ്ലുന ഞങ്ങളെ പോലത്തെ വെറും മനുഷ്യന്മാർ മാത്രാണ് നിങ്ങൾക്ക് എന്തൊരു പ്രത്യേകമായിട്ടുള്ള ഒരു സ്ഥാനമാനമാ, ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ജവാബ്ദാരി അദൃശ്യലോകത്തിൽ നിന്നിട്ട് പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് എന്താ ആശയമാ കിട്ടുന്ന ഒരു വിഷയം ഇല്ല. ഞങ്ങളെ പോലത്തെ സാമാന്യ ആൽമാരായിട്ട് കിടാറില്ല. ഈ ഒരു റിപ്ലൈ, ഈ ഒരു ഉത്തര ഞങ്ങൾക്ക് ഖുർആനിൽ പല ജാഗത്ത് കാണുമ്പോൾ പല അമ്പിയാക്കന്മാരൊട്ടിಗೆ ചൊന്നങ്ങനത്തെ പല എല്ലാ അമ്പിയാക്കന്മാരൊട്ടിಗೆ ഒരു കണക്കിന് എല്ലാ നബിമാരൊട്ടിಗೆ ആ റായത്തെ ആൽമാർ ഒരു ചൊന്നങ്ങനത്തെ ഒരു കാര്യട്ടിക്കടെ നിങ്ങൾ വെറും ഞങ്ങളെ പോലത്തെ മനുഷ്യന്മാർ മാത്രമാണ്, ഞങ്ങളെ പോലെ തിന്നരെ കുടിക്കടെ അതുപോലെ ഫാമിലി വിട്ട് ജീവിക്കടെ അങ്ങനത്തെ വെറും മനുഷ്യന്മാർ മാത്രമാണ്, നിങ്ങൾക്ക് സ്പെഷ്യൽ ഒരു പ്രത്യേകത എന്തും ഇല്ല. വീണ്ടും നോക്കൊരു ഞങ്ങളെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു സാമാന്യ മനുഷ്യായിട്ട് ചൊല്ലുകയാണ് ചെമ്മത്തെ ആൽമാർ നോക്കിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള അങ്ങനത്തെ ഒരു അസാമാന്യ വ്യക്തിത്വ, സാമാന്യത്തിന് വിരുദ്ധമായിട്ടില്ല അല്ലെങ്കിൽ സാമാന്യത്തെ അപ്പുറമുള്ള അങ്ങനത്തെ സാധാരണത്തെ അപ്പുറമുള്ള അങ്ങനത്തെ അസാധാരണമായ വ്യക്തിത്വത്തെ റിജക്റ്റ് ആക്കുകയാണ് മുസ്ലിമിങ് അല്ലാത്ത ഇസ്ലാമുക്ക് വിരുദ്ധമായിട്ടുള്ള ശത്രുങ്ങവും നോക്കടെ. അതുപോലെ ഇസ്ലാമിയുടെ ഉൾഗുല്ല പല ശത്രുങ്ങുള്ളാറല്ല. ഇസ്ലാമിയുടെ ഉൾഗമേ മുസ്ലിമീങ്ങളാണ്, പക്ഷെ ഇസ്ലാമിയുടെ ശത്രുക്കളാണ്. അങ്ങവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അസാധാരണമായിട്ടുള്ള അങ്ങനത്തെ വ്യക്തിത്വത്തെ റിജക്റ്റ് ആക്കുകയാണ് നോക്കുന്നത്. നബി തങ്ങുകിന്ന അങ്ങനത്തെ അസാധാരണ സംഭവങ്ങൾ യഥാർത്ഥത്തിൽ അമ്പിയാക്കന്മാരുടെ എല്ലാ കാര്യവും അസാധാരണമാണ്. അങ്ങനെ ശരീര ചൊല്ലത് സാമാന്യ മനുഷ്യന്മാരുടെ ശരീര പോലെ അല്ല. സാമാന്യ മനുഷ്യന്മാരുടെ ശരീരത്തിൽ കിടങ്ങത്തെ കൊറത്തെങ്ങ ന്യൂനത്തെങ്ങ അംഗീകിക്കില്ല അല്ലേ. ഞങ്ങൾ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശരീരത്തെ എല്ലാ ഭാഗങ്ങൾ ഏതൊരു ഭാഗം ആവട്ടെ അസാമാന്യായിട്ട് സാമാന്യ പോലെ നിന്നിട്ടില്ല. ഏതു വരെ ചൊന്നെങ്കിൽ നബി തങ്ങളെ വിസർജനങ്ങൾ പോലും അത് സാധാരണ ഞങ്ങളെ വിസർജന പോലും അല്ല. ഞങ്ങളെ വിസർജന കൊല്ലങ്ങനത്തെ ദുർഗന്ധ ಅದಕ್ಕೆ നിന്നിട്ടില്ല. അപ്പൊ അമ്പിയാക്കന്മാരുടെ സാധാരണ മനുഷ്യന്മാരായിട്ട് ആക്കണത് ചൊല്ലത്
ಅದು ಪಂಡು ಮೊದಲೇ ಉಲ್ಲಂಗಂತೆ ಅವರು ಶತ್ರುಗೋಗು ಇಸ್ಲಾಮದ ಶತ್ರುಗೋಗು ഉള്ളങ്ങനത്തെ പണ്ട് മുതലേ ഉള്ളങ്ങനത്തെ ഒരു സ്വഭാവമാണ്. കാരണം അങ്ങനെ സാധാരണ വ്യക്തിയായിട്ട് ആയെങ്കിൽ പിന്നെ അങ്ങനെ ആശയല്ല എന്താക്കോളൂ സുലാഭത്തിൽ റിജക്ട് ആക്കോളൂ. ഇസ്ലാം ദീന്റെ പൊളിക്കുകു ഉള്ളങ്ങനത്തെ വളരെ സിമ്പിൾ ആയിട്ടുള്ള അങ്ങനത്തെ മാർഗ ശത്രുങ്ങ കാണ്ടങ്ങനത്തെ ഒരു സിമ്പിൾ ആയിട്ടുള്ള മാർഗം എന്ന് പറയുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വ്യക്തിത്വത്തെ എന്താക്കണേ അത് കീഴായിട്ട് കാട്ടല്. നബിത്തങ്ങ ഒരു സാധാരണ വ്യക്തിയായിട്ട് സാമാന്യമായിട്ട് മനുഷ്യന്മാർക്ക് ഇക്കടങ്ങനത്തെ ആഗ്രഹങ്ങ പിന്നെ ആശങ്ക മോഹങ്ങ എല്ലാം നബിത്തങ്ങും ഇൻത്ത് സാധാരണ മനുഷ്യന്മാർ ആക്കണങ്ങനത്തെ വഞ്ചന മോശം അല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ആക്കിയത് ചൊല്ല രൂപത്തിലെ വളരെ അപകടകരമായ ആരോപങ്ങളിലാണ് ആരാക്കിയോണ്ടില്ലേ മുസ്ലിമി ഇസ്ലാമിന്റെ ശത്രുവാക്കിയോണ്ടില്ല. അപ്പൊ വളരെ ഇത് ഈ ആയത്തിൽ നമുക്ക് മനസ്സിലാക്കണായത് അമ്പിയാക്കന്മാരെ സാധാരണ മനുഷ്യന്മാരായിട്ട് ചിത്രീകരിക്കടേ അങ്ങനെ ആരൂപത്തില് അവതരിപ്പിക്കടേ ചൊല്ലത് അത് ഇസ്ലാമിന്റെ ശത്രുങ്ങളുടെ സ്വഭാവമായിട്ട്. എന്നിട്ട് അങ്ങ് ചൊന്നാറാ ആയത്തങ്ങ് ചൊന്നാർ റഹ്മാനായ അള്ളാഹു ഒന്നും ഇറക്കിയിട്ടില്ല. അള്ളാഹു താല ഒരു പ്രത്യേകമായിട്ടുള്ള അങ്ങനത്തെ കാരെന്തും നിങ്ങൾക്ക് ചൊന്തന്നിട്ടില്ല, പ്രത്യേകമായിട്ടുള്ള ഒരു ആശയെന്തും നിങ്ങൾക്ക് ചൊന്തന്നിട്ടില്ല. അങ്ങനെ ഒരു അദൃശ്യമായ ഒരു ശക്തിയിൽ നിന്നിട്ട് നിങ്ങൾക്കൊന്നും വലിയൊരു ആശയമാ ഒരു വിഷയമാ നിങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല. ഇന്നന്തുമില്ല തക്രീബു നിങ്ങൾ വെറും കളവ് മാത്രമാണ് ചൊന്നോട്ടില്ലേട്ട് ശക്തമായ രൂപത്തിൽ അങ്ങ് ഈ നബിമാര് 3 നബിമാരെയും അങ്ങ് റിജക്ട് ആക്കിയ. അപ്പൊ ആ നബിമാര് അർസന്തും കാട്ടാണ്ടെ മൃദുവായ ഭാഷയില് ആ മനുഷ്യന്മാർക്ക് റിപ്ലൈ കൊടുത്താൽ എന്തിനായിട്ട് ഖാലൂ റബ്ബുനാ യഅലമു ഇന്നാ ഇലൈക്കും ലമുർസലൂൻ. ആ നബിമാർ ചൊന്നാറ് റബ്ബുനാ യഅലമു ഞങ്ങളെ റബ്ബു ഗൊന്തുണ്ടു ഞങ്ങളെ കർത്തിയങ്ങനത്തെ റബ്ബു ഗൊന്തുണ്ടു ഇന്നാ ഇലൈക്കും ലമുർസലൂൻ നിങ്ങൾ മുട്ട നിങ്ങൾക്ക് വേണായിട്ട് നിയമക്കാക്കി അങ്ങനത്തെ ആൽമാരെ കൂട്ടത്തിൽ പെട്ടങ്ങായിട്ടിക്കടാ ഞങ്ങൾ നബിമാരായിട്ടിക്കറാണ്ട് ഞങ്ങളെ റബ്ബു ഗൊന്തുണ്ടു ചൊന്നാർ. വമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ. പക്ഷേ നിങ്ങളെ ഒത്തായ രൂപത്തിൽ നിങ്ങളെ മുസ്ലിമാക്കുക, അള്ളാഹു താലയുടെ ദീൻ സ്വീകരിപ്പിക്കുക, നിങ്ങളെ ബലത്കാരാക്കുക അങ്ങനത്തെ ഒരു കർത്തവ്യം ഞങ്ങളെ മേലില്ല. ഒമാ അലൈന ഇല്ലൽ ബലാഗുൽ മുബീൻ. വ്യക്തമായ രൂപത്തിൽ ക്ലിയറായ രൂപത്തിൽ നിങ്ങൾക്ക് വിഷയ ചൊന്തണ്ടേ ചൊല്ലൊരു ഡ്യൂട്ടി മാത്രമാണ് നമുക്കില്ലേ. അത് ഞങ്ങൾ നിർവഹണാക്കിയിട്ടുള്ള അത് ഞങ്ങളെ ജവാബ്ദാരി ഇട്ടിക്കര്. ആ ജവാബ്ദാരിക്ക് നിങ്ങ അടിബറുകു നിങ്ങൾക്കൊരു അവകാശവുമില്ല അല്ലെ. ആശയ ചൊല്ലുക ആർക്കും അവകാശം ഉണ്ടല്ലേ. ആ ആശയ ചൊന്ന പേരില് ആശയങ്ങൾ ചൊല്ലുമ്പോ വിഷയങ്ങൾ ചൊല്ലുമ്പോ അത് എതിർക്കുകയും ആർക്കും അവകാശമുണ്ട്. പക്ഷേ വിഷയ ചൊന്ന പേരിൽ ഒരാളുടെ കൊല്ലുടെ അല്ലെങ്കിൽ ഒരാളുടെ പിന്നെ ബെദരിക്കാക്കടെ ചൊല്ലത് അത് ഒരിക്കലും ഒരു മനുഷ്യന്മാരുടെ സ്വഭാവമല്ല, അത് മൃഗീയ സ്വഭാവമാണ്. ആ ഒരു മൃഗീയ സ്വഭാവം മൃഗത്വ സ്വഭാവമാണ് യഥാർത്ഥത്തില് ഈ മനുഷ്യന്മാർ കാട്ടിയത്. അതാണ് അള്ളാഹു താല നെക്സ്റ്റ് ഇനി ചൊന്നോട്ടില്ലേ. അതാ നെക്സ്റ്റ് അമ്പിയാക്കന്മാർ വളരെ മൃദുവായ രൂപത്തിൽ ഈ മനുഷ്യന്മാരട്ട മുണ്ടിയപ്പ. പക്ഷേ ഈ റായത്തെ മനുഷ്യന്മാര് മൃദുവായ രൂപത്തിലല്ല അങ്ങ് മുണ്ടേ വളരെ ഭയങ്കര റാഷായ രൂപത്തിൽ കഠിനമായ ശബ്ദത്തിലാണ് അങ്ങ് മുണ്ടിയോട്ടില്ലേ. അങ്ങ് ചൊന്നാറ് കാലു ഇന്നാ തത്വയ്യർനാ ബിക്കും. നിങ്ങളെ ഞങ്ങൾ ഒരു അപലക്ഷനായിട്ട് ഞങ്ങൾ കണ്ടോണ്ടുള്ള ഒരു അശുഭമായിട്ട് ഞങ്ങൾ കണ്ടോണ്ടുള്ള നിങ്ങെന്തുമാ ഒരു അശുഭ ഒരു ശക്കുനാൻ ചൊല്ലില്ലേ എന്ന രൂപത്തിലാണ് നിങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് ഇടങ്ങേറാണ് ഉണ്ടായിട്ടില്ലേ എന്ന് ചൊന്നാർ. ഇല്ലം തന്തഹു നിങ്ങ ഈ സ്വറ നിങ്ങ നിപ്പാട്ടില്ലാട്ടെങ്കിൽ ഈ ദഅവത്ത് നിങ്ങ ആക്കണങ്ങനത്തെ ഈ ഒരു കാര്യ സ്വറം ഉണ്ടല്ലേ അത് നിങ്ങ നിപ്പാട്ടില്ലാട്ടെങ്കിൽ ലനർജുമന്നക്കും നിങ്ങളെ ഞങ്ങ കല്ലെറിഞ്ഞു കൊല്ലുകൊണ്ടു വലയമസ്സന്നക്കും മിന്നാ അദാബുൻ അലീം. ശക്തമായ ശിക്ഷ നിങ്ങൾക്ക് ഞങ്ങ തറകൊണ്ടു ഞങ്ങ തണ്ട. അതാ ഒരു മൃദുവായ ഭാഷയിൽ നിന്നിട്ട് ശക്തമായ കഠിനമായ ഭാഷകാണ് ഈ ആൽമാർ പോയിട്ടില്ല. ഇണ്ടുകും നമുക്ക് കാണുക അവിടല്ലേ.
ഇസ്ലാമുടെ ആശയങ്ങൾ മൃദുവായിട്ട് പ്രചാരാക്കുമ്പോ അല്ലെങ്കിൽ ചൊന്നുകൊടുക്കുമ്പോ അത് മുസ്ലിം അല്ലാത്ത വിഷയപ്പെടും. മുസ്ലിമീങ്ങളെ ഇടയിലെ മൃദുവായ രൂപത്തില് നേരായ വിഷയങ്ങൾ ചൊന്നുകൊടുക്കുമ്പോ അത് സഹിക്കുകവാട്ടെ അതിർ വിരുദ്ധമായിട്ട് കഠിനമായിട്ട് ബദരിക്കേറ്റിറങ്ങനത്തെ പല ആൾമാരെ കാണപ്പെടും. അത് ഒരിക്കലും അത് അള്ളാഹുടെ ആൽമാരെ സ്വഭാവം അല്ലത്. അത് ഷെയ്ത്താന്റെ സ്വഭാവമാണ്. ഷെയ്ത്താനുക സത്യങ്ങ നേരുങ്ങ പിടിക്കില്ല. അപ്പൊ ഷെയ്ത്താന്റെ സ്വഭാവമാണ് ബദരിക്കേറ്റ്. ആ ഒരു സ്വഭാവമാണ് ഈ പ്രായത്തെ ആൽമാരെ കാട്ടിയൊന്നില്ല. ആ അമ്പിയാക്കന്മാർ നല്ല രൂപത്തിൽ ചൊന്നു കൊടുക്കുമ്പോ അങ്ങനെ നല്ലേക്ക് വേണായിട്ടാണല്ലേ അമ്പിയാക്കന്മാർ ചൊല്ലി. അമ്പിയാക്കന്മാർക്ക് ആ വിഷയം ചൊന്നിട്ടു, ആ നബിമാർക്ക് വിഷയം എന്തെങ്കിലും ചൊന്നിട്ടു അങ്ങെന്തെങ്കിലും കിട്ടുകൊണ്ടാ ഇല്ല, അങ്ങൊന്നുമില്ല. അങ്ങ ഈ റായത്തെ ആൽമാരെ നല്ലേക്ക് വേണായിട്ടാണ് ഈ വിഷയങ്ങൾ ചൊന്നു കൊടുക്കുന്നത്. എന്നിട്ട് പോലും ആ റായത്തെ ആൽമാർ അത് കേട്ടിട്ട് അതൊന്നും അതിനെ ಬಗ್ಗೆ ഒന്ന് ചിന്തനാക്കുക പോലും അങ്ങ് റെഡി ആയിട്ടില്ല. എന്താണ് ഒന്ന് ആലോചന ആക്കുക പോലും റെഡി ആയിട്ടില്ല. എന്നിട്ടൊന്നും അങ്ങ് വിഷയം ഒന്ന് കേൾക്കുക, എന്തിനായിട്ടൊന്ന് ആലോചന ആക്കുക എന്ന് പഠിച്ചു നോക്കുവാൻ എന്ന് പോലും റെഡി ആവാട്ടെ ബദരിക്കയുടെ സ്വഭാവത്തിലാണ് പിന്നെ അങ്ങ് വന്നത്. ഖാലു അപ്പ ഈ നബിമാർ ചൊന്നാറ് ത്വാഇറുക്കും മഅക്കും, നിങ്ങളെ അപശക്കുന അത് നിങ്ങളൊട്ടിಗೆ ഉണ്ട്, ഞങ്ങളെ കൊണ്ടല്ല നിങ്ങൾക്ക് അപശക്കുനായിട്ടില്ലേ അല്ലെങ്കിൽ അശുഭായിട്ടില്ലേ. നിങ്ങളെ കൊണ്ടാണ് നിങ്ങ ആക്കിയോണ്ടില്ലങ്ങനത്തെ ഈ ശിർക്കടെ ഓരോ കാര്യങ്ങൾ, നിങ്ങ ആക്കിയോണ്ടില്ലങ്ങനത്തെ മൂർത്തി പൂജങ്ങ, നിങ്ങ ആക്കിയോണ്ടില്ലങ്ങനത്തെ അക്രമങ്ങ അന്യായങ്ങ, നിങ്ങളെ റായത്തിലുള്ളങ്ങനത്തെ ബെടക്ക് സ്വരങ്ങ, ഇതുകൊണ്ടിട്ടാണ് നിങ്ങൾക്ക് അശുഭങ്ങ അപശക്കുനങ്ങ ഉണ്ടായോട്ടില്ലേ. ദുഃഖിർത്തും ഞങ്ങ ചൊല്ലങ്ങനത്തെ ഈ വിഷയം ഒന്ന് നിങ്ങൾക്ക് ഒന്ന് ചിന്തിച്ച് നോക്കന്തല്ലേ, ഒന്ന് ഉൾക്കൊള്ളന്തല്ലേ നിങ്ങൾക്ക് ഇതിരെ. ബൽ അന്തും ഖൗമും മുസ്രിഫൂൻ, വല്ലാതെ അതിക്രമ കാട്ടിയോണ്ടുള്ള കൗമായിട്ടിക്കിടാറ് നിങ്ങ, വല്ലാതെ ഹദ്ദു വിട്ടുപോയിട്ടുള്ള അങ്ങനത്തെ ഹദ്ദു മീറിയോണ്ടുള്ള അങ്ങനത്തെ ആൽമാരായിട്ടിക്കിടാറ് നിങ്ങ. ഒരു ആശയം ഒന്ന് കേട്ടിട്ട് ഒരു വിഷയം ഒന്ന് കേട്ടിട്ട് അതൊരു ആലോചന പോലും ആക്കുക റെഡി ഇല്ലാത്ത രൂപത്തില് നിങ്ങൾ ആയോണ്ടുള്ളാറല്ലേ. അപ്പോഴാണ് അതാ വജാ മിൻ അഖ്സൽ മദീനത്തി റജുലുൻ യസ്ആ, ആ പട്ടണത്തെ ആ റായത്തെ ഒരു മൂലയിൽ നിന്നിട്ട് ഒരു ദൂരത്തെ ഭാഗത്തിൽ നിന്ന് ഇതാ ഒരാൾ ഓടിയോണ്ടു ബന്ത് ഖാല യാ ഖൗമി ഇത്തബിഉൽ മുർസലീൻ, എന്നിട്ട് അയാൾ ചൊന്തു യാ ഖൗമി, ഓ നന്റെ സമൂഹമേ, ഓ നന്റെ ആൽമാരെ, ഓ നന്റെ ഖൗമേ, ഇത്തബിഉൽ മുർസലീൻ, ഈ ബന്ധങ്ങനത്തെ നബിമാരെ നിങ്ങ ഫോളോ ആക്കൊറു, ഇങ്ങ ചൊന്ന പോലെ നിങ്ങ കേക്കൊറു. എങ്ങനത്തെ ആൽമാരാണ് ഇങ്ങളെ നോക്കൊറു, ഇങ്ങളെ സ്വഭാവം നിങ്ങ നോക്കിയെങ്കിൽ ഇങ്ങളെ സ്വീകരിക്കിടാറ്. കാരണം എന്തേ, ഇത്തബിഉ മല്ലാ യസ്അലുക്കും അജ്റ, ഇത്തബിഉ നിങ്ങൾ ഫോളോ ആക്കുർ ആരെ മല്ലാ യസ്അലുക്കും അജ്റ, നിങ്ങളുടെ ഒരു പ്രതിഫലവും കേൾക്കാത്തങ്ങനത്തെ ആൽമാർ, നിങ്ങളുടെ ഒരു കൂലിയും ഒരു ശമ്പളമാ ഒരു സാലറിയാ അങ്ങ് ആക്കിയോണ്ടുള്ള പ്രവർത്തനത്തിക്ക് ഒരു തിരിച്ചിട്ടൊന്നും കേൾക്കാത്തങ്ങനത്തെ ആൽമാരെ നിങ്ങൾ ഫോളോ ആക്കൊരു. വഹും മുഹ്തദൂൻ, അങ്ങ് നല്ല മാർഗദർശനം കിട്ടിയ ആൽമാരായിട്ടിക്കിടാറ്. നല്ലൊരു പോയിന്റ് ആണ് ഹബീബുൻ നജ്ജാർ റഹ്മത്തുള്ളാഹി അലൈഹി ചൊന്നാണ്ട്. ഈ ആള് ഈ പട്ടണത്തെ ഒരു ദൂരത്തിൽ നിന്ന് ഒരാൾ ബന്ത് ചൊല്ലത് ഹബീബുൻ നജ്ജാർ ചൊല്ല വ്യക്തിയായിട്ടിക്കിറിട്ട് തഫ്സീറിൽ നമുക്ക് കാണുക. അതായത് നേരത്തെ മൂന്നാമത്തെ ബന്ധങ്ങനത്തെ നബിയിൽ വിശ്വസിച്ചങ്ങനത്തെ ആ നബിയെ കൊണ്ട് വിശ്വസിച്ചങ്ങനത്തെ ആളായിട്ടിന്തല്ലേ ഹബീബുൻ നജ്ജാർ. അപ്പൊ ആ ഹബീബുൻ നജ്ജാർ ഈ മുർസലീങ്ങ ഭാരി കഷ്ടത്തിലുള്ളാറ്, അങ്ങനെ ആരും സ്വീകരിച്ചോണ്ടില്ല ഇല്ല ചൊല്ല വിഷയം കിട്ടിയപ്പ അയാളുടെ റായത്തിൽ നിന്ന് ഓടിയോണ്ട് വന്നിട്ടാണ്, അല്ലാതെ ആവേശത്തിൽ ഓടിയോണ്ട് വന്നിട്ടാണ്. അതാണ് ഈമാന്റെ ആവേശം. അയാൾക്ക് ഈമാൻ കിട്ടിയപ്പോ ഉള്ള അങ്ങനത്തെ ഒരു ആവേശമാണ് അല്ലെ. ഖുർആൻ അല്ലാഹു തആല ചൊല്ലുന്നു ഓടിയോണ്ട് വന്നിട്ടാണ്. ഈ മുർസലീങ്ങളെ ഒന്ന് കാക്കുകയായിട്ട് ഇങ്ങൊക്കൊന്ന് സപ്പോർട്ട് ആക്കുകയായിട്ട് ഈമാൻ കിട്ടിയ യഥാർത്ഥത്തിൽ ഈമാൻ കിട്ടിയ ആൾമാരെ സ്വഭാവം അങ്ങനെ ഇട്ടിക്ക് നേരെ വിഷയத்துக்கு വേനായിട്ട് എപ്പോഴും അങ്ങ നേർക്ക് സപ്പോർട്ടായിട്ട് സത്യത്തിക്ക് സപ്പോർട്ടായിട്ട് അങ്ങ എങ്ങനത്തെ ത്യാഗവും സഹിക്കുകയും അങ്ങ സന്നദ്ധരായിട്ടിക്കിടാറ്. ആ സന്നദ്ധതയാണ് ഹബീബുൻ നജ്ജാർ റഹ്മത്തുള്ളാഹി അലൈഹി കാട്ടി. എന്നിട്ട് അയാൾ ചൊന്നെന്തരെ, ഇത്തബിഉ മല്ലാ യസ്അലുക്കും അജ്റ, ഒരു പ്രതിഫലവും കേൾക്കാത്തങ്ങനത്തെ ആൽമാരല്ലേ ഇങ്ങളെ നിങ്ങൾ ഫോളോ ആക്കും. സാധാരണ ഏതൊരു
വിഷയമാ അല്ലെങ്കിൽ ഏതൊരു ആശയമാ ഏതെങ്കിലും ഒരു കാര്യം ഒരാള് പ്രചാരാക്കുക പറയുമ്പോ അയാൾക്ക് അതുകൊണ്ടിട്ട് എന്തെങ്കിലും സ്വന്ത വൈയക്തികമായിട്ടുള്ള അങ്ങനത്തെ സ്വന്തത്തിക്ക് എന്തെങ്കിലും ഒരു ഗുരിക്കിട് ഒരു ലക്ഷ്യക്കിട് ഒന്ന സ്വന്ത ആൽമാരുടെ ഒരു സ്ഥാനമാന കിട്ടുമെന്ന് ചൊല്ല ചിലപ്പോ ലക്ഷ്യ ഇട്ടിക്കൂ ആൽമാരെ ഇടയിൽ ഒരു അധികാര പവർ കിട്ടുമെന്ന് ചൊല്ല ലക്ഷ്യ ഇട്ടിക്കൂ അല്ലെങ്കിൽ ആൽമാരെ ഈ വിഷയങ്ങൾ ചെന്നിട്ട് അങ്ങനെ മങ്കാക്കിയിട്ട് ആർത്ഥികമായിട്ട് എന്തെങ്കിലും അങ്ങനെ നിന്ന് പൈസ എന്തെങ്കിലും കളക്ട് ആക്കുക ചൊല്ല ലക്ഷ്യക്കൂ അല്ലെങ്കിൽ സ്വന്ത ബിസിനസ്സാ വ്യാപാരമാ അതിരെ ഒന്ന് ഉഷാറാക്കണം ചൊല്ല ലക്ഷ്യക്കൂ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് ഏതൊരു ആശയ ദുനിയവിയായിട്ടുള്ള അങ്ങനത്തെ ആശയങ്ങ വിഷയങ്ങ പ്രചാരാക്കുക പണ്ട് ആൽമാർക്ക് ഇക്കടെ പക്ഷേ നബിമാർക്ക് അങ്ങനത്തെ ഒരു ഇതും ഇല്ലല്ലോ ആൽമാരിൽ നിന്നിട്ട് ഒന്നും അങ്ങ് കേക്കില്ല ഇപ്പറായിട്ട് ഞങ്ങ ഇത്രയുള്ള സ്വറാക്കിയിട്ടുണ്ടല്ലേ നമുക്ക് എന്തെങ്കിലും തറുണ്ടാ ഒന്നും കേൾക്കാത്ത ആൽമാരാണ് ഖുർആനിലുടനീളം കാണുക അവിടെ അമ്പിയാക്കന്മാര് നബിമാരെ ചൊല്ലുമ്പോ അള്ളാഹു താല ചൊല്ലങ്ങനത്തെ അവിടോടെ ചൊല്ലങ്ങനത്തെ വിഷയമാണ് അങ്ങ കൂലിയുടെ കേൾക്കാത്ത ആൽമാരാണ് തിരിച്ചിട്ട് ഇന്നത് തരണു നാണി ആക്കിയ സ്വറത്ത് ഇന്നത് തരണു ചൊന്നിട്ട് ആൽമാരിൽ നിന്നിട്ടൊന്നും അങ്ങ് കേൾക്കില്ല അങ്ങ് അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട ആൽമാർ അള്ളാഹുവിൽ നിന്ന് മാത്രമായിട്ട് പ്രതീക്ഷിക്കേണ്ട ആൽമാരാണ് അപ്പൊ ഈ ആൽമാർ ചിന്തനാക്കുകയായിട്ടാണ് ഹബീബുൻ നജ്ജാർ ഈ പലക്ക് ചൊന്നത് നിങ്ങൊന്ന് ചിന്തിച്ചു നോക്കൂ ഈ മനുഷ്യന്മാർക്ക് ഈ നബിമാർക്ക് നിങ്ങളെ കൊണ്ടിട്ടു വേറെ പിന്നെ എന്തെങ്കിലും ഒരു ലക്ഷ്യം നേട്ടായെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഇതിനെ എതിർക്കാൻ നിങ്ങൾക്ക് നിങ്ങളെ മേലോ നിങ്ങൾക്ക് അധികാര ചലായിസുകുമേനായിട്ട് നിങ്ങൾ ലക്ഷ്യം ഉണ്ടായെങ്കിൽ ആ ഒരു ലക്ഷ്യത്തിലാണ് നിങ്ങൾ വന്നിട്ട് ഈ പ്രചാരം എല്ലാം ആക്കിക്കൊണ്ടില്ലേ എന്ന് നിങ്ങൾക്ക് ഒരു സംശയം നേട്ടായെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ റിജക്ട് ആക്കുന്നത് പക്ഷെ അങ്ങനത്തെ ഒരു ലക്ഷ്യം നിങ്ങൾ കണ്ടോട്ടില്ലല്ലേ നിങ്ങൾ അങ്ങനത്തെ ഒന്നും കേട്ടോട്ടില്ല നിങ്ങൾ കാലി ചെന്നോട്ടില്ലേ നിങ്ങ ಆ ಮೂರ್ತಿಯ ಪೂಜೆ ಆಕಡದ ನಿಂಗ ಬಿಡೋರು ಅನ್ಯಾಯ ಆಕಡದ್ರ ಬಿಡೋರು ಅಕ್ರಮ ಆಕಡದ್ರ ಬಿಡೋರು ಬೇರೊರ್ತರೆ സ്വത്തുരെ അക്രമപരമായിട്ട് തിന്നരുത് നിങ്ങൾ വിടൂറു ചൊല്ല നല്ല നല്ല കാര്യങ്ങളിലേ ചൊന്നോട്ടില്ലേ അതിനൊന്ന് സ്വീകരിക്കൂറു അള്ളാഹു താരുടെ മാത്രം ആരാധന ആക്കൂറു യഥാർത്ഥത്തിലുള്ള അങ്ങനത്തെ യഥാർത്ഥത്തില് പിന്നെ ഇലാഹായിട്ടുള്ള അങ്ങനത്തെ അള്ളാഹുടെ മാത്രം ആരാധന ആക്കൂറു ചൊല്ല നല്ല വിഷയങ്ങളിലേ ചൊന്നോട്ടില്ലേ അതിനെ നിങ്ങൾ ഒന്ന് സ്വീകരിക്കൂറു ചൊല്ലു അപ്പ ആ കൗമു അങ്ങ ഹബീബുൻ നജ്ജാറിനെ എതിർത്താറ് അങ്ങ് ഹബീബുൻ നജ്ജാറെ സ്വന്തം റായത്തങ്ങ ആൽമാറായിട്ട് പോലും അങ്ങ് ഹബീബുൻ നജ്ജാർ ചൊന്നാർ നീനും ഇങ്ങനെ ബലക്ക് പോകുന്നരേ ഈ മനുഷ്യന്മാരെ ബലക്ക് നീ പോകുന്നരേ ഈ മനുഷ്യന്മാർ ചൊന്ന പോലെ നീ കേട്ടോണ്ടില്ലേ ഞങ്ങളെ ഇലാഹുമാരല്ല നീನು ബുട്ടെ ഞങ്ങളെ പൂർവികന്മാരല്ല ആരാധനാക്കിക്കൊണ്ട് വന്നങ്ങനത്തെ ആ ದೇವರಲ್ಲ ನೀನು ಬುಟ್ಟೆವಾ എന്ന് കേൾക്കുമ്പോ ಅದಕ್ಕೆ റിപ്ലൈ ആയിട്ട് ഹബീബുൻ നജ്ജാർ ചൊല്ലു ഒമാലിയല അഅ്ബുദുല്ലദീ ഫതറനീ നന്റെ സൃഷ്ടിച്ചങ്ങനത്തെ നന്റെ പടച്ചങ്ങനത്തെ റബ്ബുടെ നാണ് ഇബാദത്താക്കാണ്ടിക്കുന്ന കേന്ദ്ര തടസ്സമുണ്ടു നന്റെ പടച്ചുകൊണ്ട് നാണ് ഇബാദത്താക്കണ ആക്കണല്ലാണ്ട് പിന്നെ ആരെ നാൻ ആക്കും ഈ കല്ലുടെയും ഈ മൂർത്തിയുടെയും ഈ മറങ്ങലെ അല്ലെങ്കിൽ സൂര്യമാ ഇതെന്തും നന്റെ ഇതെന്തും പടച്ചിട്ടില്ല നക്കുബേനായിട്ട് ഇതെന്തും സ്വന്തമായിട്ട് എന്തും ആക്കിയോണ്ടില്ല എല്ലാം അള്ളാഹു താല കൊടുക്കടെ പിന്നെ അതിൽ വെച്ച് അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് നക്കി ഹെൽപ്പാക്കിടാറുണ്ടല്ലേ സ്വന്തമായിട്ട് ഇതിക്കൊന്നും ശക്തി ഇല്ലല്ലേ നന്റെ പടച്ചോർത്തും ഇല്ലല്ലേ നന്റെ സൃഷ്ടിച്ചോർത്തും ഇല്ലല്ലേ അവന്റെ നാണ് ഇബാദത്താക്കണല്ലാണ്ട് പിന്നെ ആര് നാനാക്കും അവന്റെ ഇബാദത്താക്കുന്ന കേന്ദ്ര തടസ്സമുണ്ട് വൈലേഹി തുർജഊൻ എന്ന് മാത്രമല്ല നിങ്ങളും ചിന്തിക്കൂർ എന്തിനു വൈലേഹി തുർജഊൻ നിങ്ങ എങ്ങനെ പിന്നെ ഈ ദുനിയാവിൽ നിങ്ങൾ എങ്ങനെ അട്ടിമറിഞ്ഞെങ്കും യന്ത്രാക്കിയെങ്കും എങ്ങനെ ജീവിച്ചെങ്കും അവസാനമായിട്ട് തിരിച്ചു പോണായത് അവന്റെ മുട്ടമേട്ടിക്കറ് വേറോടെങ്കും നിങ്ങൾ പോകും പോലില്ല അവസാനമായിട്ട് നിങ്ങൾ ആശ്രയത്തെ ഇടുക അല്ലെങ്കിൽ നിങ്ങളെ കാര്യത്തുകെല്ലാം തിരിച്ചു പോണായത് അവന്റെ മുട്ടായിട്ടിക്കറ് വൈലേഹി തുർജഊൻ ആ അള്ളാഹുടെ മുട്ടമേ നിങ്ങൾ എല്ലാവരും പിറപ്പുണ്ടാറ് ആ ഒരു തിങ്കിങ് നിങ്ങളെ മനസ്സിലിക്കട്ട് എന്ന് ചൊല്ലു എന്നിട്ട് അള്ളാഹു അല്ലാത്ത വേറെ ദൈവങ്ങളെ നാൻ സ്വീകരിക്കണ എങ്ങനെ സ്വീകരിക്കട്ടെ നാൻ ഈ ഒരു ദിന റഹ്മാനും റഹ്മാനായ അള്ളാഹു താല നക്ക് എന്തെങ്കിലും ഇടങ്ങേറ് ഉദ്ദേശിച്ചാണ്ടായെങ്കിൽ ആ ദൈവാൻ ചൊണ്ടങ്ങനത്തെ മൂർത്തിങ്ങന്തും അതെന്തും റെക്കമെൻഡ് ആക്കിയെങ്കും അതെന്തും അതിലെ റെക്കമെൻഡേഷൻ എന്തും ഫലത്തുക്ക് വരാലെ ഫായുധത്തുക്ക് വരാലെ
വലാ യുൻഖിദൂൻ, നന്നെ രക്ഷപ്പെടുത്തുക അതുകൊണ്ടൊന്നും സാധ്യയില്ല. നക്കെന്തെങ്കിലും അള്ളാഹു താല ഇടങ്ങേറാക്കിയിട്ട് ഒരു ഉപദ്ര ഒരു ഷർറായ കാര്യം നക്ക് അള്ളാഹു താല വിധിച്ചെങ്കിൽ ഒരിക്കലും ഈ മൂർത്തികളെ കൊണ്ടിട്ടൊന്നും അത് ഇല്ലാണ്ടാക്കുക സാധ്യയില്ലല്ലേ. അതുകൊണ്ട് എന്തിനാണ് പിന്നെ വേറെ മൂർത്തികളെ നാണ് പൂജയാക്കുന്നു? അതൊക്കെ ഒരു ഉപകാരാക്കുക, സ്വന്തമായിട്ട് ഒരു ഉപകാരാക്കുക, ഉപദ്രാക്കുക സാധ്യമില്ല. അതുകൊണ്ട് നാണ് അതൊന്നും സ്വീകരിക്കുന്നതാണ് ഇല്ല ചെന്നിട്ട് പബ്ലിക്കായിട്ട് ആൾമാർ മുന്നിൽ അനൗൺസ്മെന്റ് ആക്കി, തന്റെ ഈമാന്റെ അനൗൺസ്മെന്റ് ആക്കി, ആ ഒരു ശക്തി, ആ ഒരു ധൈര്യ ഹബീബുൻ നജ്ജാർ റഹ്മത്തുള്ളാഹി അലൈഹി കാട്ടിത്ത്. അള്ളാഹു താല ഞങ്ങൾ ചൊന്നതും കേട്ടതെല്ലാം സ്വാലിഹായ അമാലായി സ്വീകരിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.